ഇന്ത്യയുടെ അടുത്ത മെഗാ പ്രോജക്ട് എന്താണെന്ന് അറിയുമോ? ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിനെ ലക്ഷ്യമാക്കിയാണത്. ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിനെ ഒരു വലിയ സൈനിക വ്യാപാര കേന്ദ്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുകയാണ് കേന്ദ്ര സർക്കാർ. ഏകദേശം $9 ബില്യൺ, അതായത് 8.38 ബില്യൺ യൂറോ നിക്ഷേപിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതിയെ പറ്റി ഇന്ത്യ ആലോചിക്കുന്നത്? നമുക്കറിയാം, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഉറച്ച നിലപാട്. അതുകൊണ്ട് തന്നെയാണ് ഗ്രേറ്റ് നിക്കോബാർ വികസിപ്പിക്കാനുള്ള പദ്ധതികൾക്ക് ഊർജം പകരുന്നത്. ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്ത് നിന്ന് ഏകദേശം 1800 കിലോമീറ്റർ, അതായത് 1120 മൈൽ കിഴക്കായി ഇന്തോനേഷ്യയിലെ സുമാത്രയ്ക്ക് സമീപവും മ്യാൻമാർ, തായ്ലൻഡ്, മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് നൂറുകണക്കിന് കിലോമീറ്റർ അകലെയുമാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഏകദേശം 8000-ഓളം താമസക്കാരുണ്ട്. ഇവിടെ ഒരു അന്താരാഷ്ട്ര കണ്ടെയ്നർ ടെർമിനൽ നിർമ്മിക്കാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത്. സൈനിക ആവശ്യങ്ങൾക്കും സിവിലിയൻ ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള ഇരട്ട ഉപയോഗ വിമാനത്താവളം, ഗ്യാസ്, ഡീസൽ, സോളാർ അധിഷ്ഠിത പവർ പ്ലാന്റ്, 1000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ദ്വീപിൽ ഒരു ഗ്രീൻഫീൽഡ് ടൗൺഷിപ്പും. ഇതൊക്കെ എത്തുകയാണെങ്കിൽ ഈ ദ്വീപിലെ ജനസംഖ്യ ലക്ഷക്കണക്കിന് വർദ്ധിക്കും. ദ്വീപിലെ ഗലാത്തിയ ഉൾക്കടലിൽ ആധിപത്യം സ്ഥാപിക്കുന്ന തുറമുഖം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഷിപ്പിംഗ് പാതകളിലൊന്നായ മലാക്ക കടലിടുക്കിന് സമീപമുള്ളതിനാൽ ഈ പദ്ധതി വൻ വിജയമായിരിക്കും. കഴിഞ്ഞ 3 വർഷമായി സർക്കാർ ഇതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രേറ്റ് നിക്കോബാറിൽ ഇന്ത്യയുടെ സ്വന്തം ഹോങ്കോങ്. ദ്വീപിന്റെ വികസനവുമായി മുന്നോട്ട് പോകുന്നതിൽ സർക്കാരിന് രണ്ടാമതൊരു ചിന്തയേയില്ല. എന്നാൽ ഈ പദ്ധതികൾ പരിസ്ഥിതിവാദികൾ, ശാസ്ത്രജ്ഞർ, പൗരസംഘടനകൾ എന്നിവരിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഈ മെഗാ പ്രൊജക്ട് ആ പ്രദേശത്തിന്റെ സവിശേഷമായ പരിസ്ഥിതിയെ നശിപ്പിക്കുമെന്നാണ് അവർ പറയുന്നത്. പാരിസ്ഥിതിക ആശങ്കകൾക്കപ്പുറം തദ്ദേശീയ കമ്മ്യൂണിറ്റികളിലെ ആഘാതത്തെയും ഭയപ്പെടുന്നു. പ്രത്യേകിച്ച് ഷോമൻ ജനത. അതായത് ആയിരക്കണക്കിന് വർഷങ്ങളായി ഗ്രേറ്റ് നിക്കോബാറിൽ വളരെ കുറച്ച് പുറലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ഒരു വേട്ട സമൂഹമാണ് ഈ ഷോമൻ ജനത. ഇന്ത്യൻ ഗവൺമെന്റിന്റെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും നന്നായി സംരക്ഷിച്ചിരിക്കുന്ന ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ ഒന്ന് ഈ ദ്വീപിലുണ്ട്. എന്നാൽ ഇവിടെ ഒരു പ്രതിരോധ വ്യാപാര കേന്ദ്രമാക്കി മാറ്റാനുള്ള പദ്ധതികൾ തുടങ്ങുകയാണെങ്കിൽ ഏകദേശം 8,50,000 മരങ്ങൾ വെട്ടിമാറ്റേണ്ടതായി വരും. അതുപോലെ തന്നെ ഗലാത്തിയ ബേയിലെ വലിയ തുറമുഖം കടലാമകളുടെ ഏരിയയെ നശിപ്പിക്കും. കടലാമ കൂടുണ്ടാക്കുന്ന സ്ഥലങ്ങൾക്ക് പുറമെ ഡോൾഫിനുകൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഇത് ദോഷം ചെയ്യും. അതുപോലെ ഉപ്പുവെള്ള മുതലകൾ, നിക്കോബാർ ഞണ്ട് തിന്നുന്ന മക്കാക്ക്, ദേശാടന പക്ഷികൾ എന്നിവയും ഈ ദ്വീപിന്റെ വികസനത്തിന് ആഘാതം വഹിക്കും. അതുപോലെ തന്നെ ഇത് നിർമ്മിക്കുന്ന സമയത്ത് ഡ്രഡ്ജിങ്ങിലൂടെ ഉൾക്കടലിന്റെ തീരത്തുള്ള പവിഴപ്പുറ്റുകൾ നശിക്കാനും സാധ്യതയുണ്ട്. ടൗൺഷിപ്പ്, വിമാനത്താവളം, താപ വൈദ്യുത നിലയം എന്നിവയെല്ലാം നിബിഡ വനങ്ങളുള്ള പ്രദേശങ്ങളിൽ നിർമ്മിക്കും. ഇത് ജൈവ വൈവിധ്യത്തെ സാരമായി ബാധിക്കുമെന്നും പറയുന്നു. അതിലും ഭയാനകമായി വൻതോതിലുള്ള ജനസംഖ്യാപരമായ മാറ്റം പ്രകൃതി വിഭവങ്ങളുടെ ശോഷണത്തോടൊപ്പം തന്നെ ആ ദ്വീപിൽ താമസിക്കുന്ന ഷോമൻ സമൂഹത്തിന്റെ വംശനാശത്തിന് കാരണമാകുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള ഡസൻ കണക്കിന് പണ്ഡിതന്മാർ ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് എഴുതിയ തുറന്ന കത്തിൽ ഇതേപ്പറ്റി ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. ഇതിന്റെ നിർമ്മാണം നിർത്തിവെക്കാൻ പ്രേരിപ്പിക്കുകയും ജനസംഖ്യാപരമായ മാറ്റങ്ങൾ വരുത്തുന്ന അപകട സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇവിടെ ജനസംഖ്യയിൽ വർധനവ് വരികയാണെങ്കിൽ, അതായത് ഈ ദ്വീപിലേക്ക് കുടിയേറ്റക്കാർ എത്തുകയാണെങ്കിൽ അത് ഷോമൻ ജനതയുടെ വംശനാശത്തിന് കാരണമാകും. കുടിയേറ്റക്കാർ എത്തുകയാണെങ്കിൽ ഷോമൻ ജനതയ്ക്ക് അവരുടെ സ്വന്തം വ്യവസ്ഥകളിൽ അതിജീവിക്കാൻ കഴിയുകയില്ല. അവിടെ താമസിക്കുന്ന ആളുകൾ അവർ ശാരീരികമായി മാത്രമല്ല മാനസികമായി നശിപ്പിക്കപ്പെടും. അതവരെ കൊല്ലും. ഈ ഗോത്രവർഗം മാത്രമല്ല അപകടത്തിൽപ്പെടുന്നത്. ഇവിടെ ജനസംഖ്യ കൂടുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളെ ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഭൂകമ്പ മേഖലകളൊന്നിലേക്ക് എത്തിക്കും. 2004 ഗ്രേറ്റ് നിക്കോബാർ മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 9.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. ഇത് രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രത്തിലെ ഏറ്റവും മാരകമായ സുനാമിക്ക് കാരണമായി. ഈ പദ്ധതി തീർത്തും ഏകപക്ഷീയമാണെന്നും കോടിക്കണക്കിന് ഡോളറിന്റെ പദ്ധതി വലിയ ചിലവാണ് വരുന്നതെന്നും ഇത് പരിസ്ഥിതിയെയും തദ്ദേശവാസികളെയും അവകാശങ്ങളെയും നശിപ്പിക്കുമെന്നുമാണ് ഒരു കൂട്ടർ പറയുന്നത്. അതേസമയം ഈ പദ്ധതി ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണെന്നാണ് മറ്റു കൂട്ടർ വാദിക്കുന്നത്. ഇതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.